കുറേ വേണ്ടാത്ത കമൻറ്റുകൾ ഇടാതിരിക്കുക. ഓക്കെ, എന്നെ അങ്ങനെ ബോധറിയാതിരുന്ന് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. സോ ഈ ഒരു 3-4 ദിവസം മുന്നെയാണ് എനിക്ക് അഖിൽ മാരാർ എന്ന വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ അയാളുടെ ലൈവ് വീഡിയോസ് എനിക്ക് ലൈവ് വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നത്. അപ്പോഴാണ് ഞാൻ ഈ നടക്കുന്ന ഇഷ്യൂ അയാൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ചിലപ്പം എൻ്റെ മാത്രം എനിക്ക് ടാർഗറ്റ് ചെയ്ത് വന്നൊരു ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ ഈ സംഭവം ഈ കാസ്റ്റിംഗ് കൗച്ചും അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫേവേഴ്സ് പെൺകുട്ടികൾക്ക് നിന്ന് ചോദിക്കുന്നത് പൊതുവേ ഉള്ളൊരു സംഭവമാണ്. എനിക്കത് ഒരുപാട് വരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചത് ഒരിക്കൽ തള്ളിക്കളഞ്ഞ ഒരു സംഭവമാണ്. ആൻഡ് എന്നെ ആരും കയറി പിടിച്ചിട്ടുമില്ല. അല്ലാണ്ട് മസാല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എനിക്ക് പറയാനില്ല. അതാണ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കഥ താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് പോവാം. സോ ആ സംഭവം ഇവിടെ ഇല്ല. അതല്ലാണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. സോ അഖിൽ മാരാർ വന്നിട്ട് ഇത്രയും കാര്യമായിട്ട് ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു എല്ലാവരും ആ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന്. അതിന് പകരം അയാൾ ലൈം ലൈറ്റിൽ വരാനായിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് അയാൾക്ക് കണ്ടന്റ് നോക്കുകയാണ്. എന്തൊക്കെയാ പറയുന്നത്? അയാളൊരു മെയിൽ ഷോഫനിസ്റ്റ് എന്നൊരു കിരീടം അയാൾക്കുണ്ട്. അപ്പം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അത് ഞാനും ഈ 10 സെക്കൻഡ് 20 സെക്കൻഡ് റീല് കണ്ട് മാത്രമാണ് ഞാനും അയാളെക്കുറിച്ച് എൻ്റെ ഒപ്പീനിയൻ എഴുതിയിട്ടുണ്ട്, അയാൾക്കെതിരെയായിട്ടുള്ള കാര്യം. പക്ഷെ ഈ ഒരു സമയത്ത് അയാൾ പറയുന്നത് ഉള്ള കാര്യമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ എടുക്കാതെ ഇപ്പോഴും അയാളുടെ ടാഗിനെ വലിച്ച് കയറി അയാൾക്കുള്ള ഈ മെയിൽ ഷോവിനിസം എന്ന ടോപ്പിക്കിനെ വലിച്ച് നീട്ടിക്കൊണ്ടുപോയി മെയിൻ ടോപ്പിക്കിൽ നിന്ന് എല്ലാവരും പോവുകയാണ്. സോ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. എൻ്റെ കാര്യം ഞാൻ പറയാം. 3 വർഷം മുന്നെയാണ് എനിക്ക് ആദ്യമായിട്ടുള്ള എൻ്റെ ബിഗ് ബോസ് ഓഡീഷനിന് വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത്. ഞാൻ ഈ ഷോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ ഷോ വിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷത്തിൽ എന്നെ പൊതുവെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എനിക്ക് എന്താണ് ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഇഷ്യൂ പൊതുവെ നടക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ ഒരു ഇഷ്യൂവിൽ നിന്നും പെട്ടെന്ന് ഒളിച്ചോടാനും നാട് വിടാനും സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ മാറി നിൽക്കാനും നോക്കുന്നവരായിരിക്കും. അപ്പം എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ്. ഇത് എന്നെ ആയിഷ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇറ്റ്സ് വെരി പേഴ്സണൽ, ലെറ്റ് ഇറ്റ് ബി. ഞാൻ ഇതുവരെ പബ്ലിക്കലി വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. സോ അത് അങ്ങനെ വിട്ടേക്കാം. അപ്പം ആ ഒരു സംഭവം എനിക്ക് ബിഗ് ബോസിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു. സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐ സെഡ് വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അതിനെ വേണ്ടെന്നല്ല, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചു തരാമെന്നും പറഞ്ഞ് ഞാൻ അതങ്ങ് വിട്ടു. അപ്പം ഈ ഒരു വ്യക്തി ഞാനിപ്പോൾ ഈ പറയുന്ന വ്യക്തി ഈ ജഡ്ജിങ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ്. അയാൾ അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഈ സീസൺ എത്തുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും, ഞാൻ വിളിക്കാം, അപ്പം താൻ വരണം. ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, ഞാൻ എന്തായാലും വരാം. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഈ ഷോയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓഡിഷന് സമയം എത്തി. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് വരുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റത്തെ സമയമാണ് എന്നെ എടുക്കാതായത്. അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനിടയ്ക്ക് ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ. ഒരു 11-12 മണി 1 മണിക്ക് സമയങ്ങളിൽ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു 3-4 പേരല്ലാതെ വേറെ ആരും എനിക്ക് രാത്രി മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ അയക്കില്ല. ഞാനത് ഡബിൾ ടിക്ക് ആയാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ രാവിലെ മാത്രമേ അവർക്ക് റെസ്പോൺസ് കൊടുക്കാറുള്ളൂ. ഇയാൾക്കിത് സ്ഥിരമായിരുന്നു. ഈ മെസ്സേജുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഈ മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. സോ ഈ സംഭവങ്ങൾ ഇയാൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇയാൾക്ക് അയക്കുന്ന അയാൾക്കൊരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? ഓപ്പോസിറ്റ് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അയാളുടെ എനർജി റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല. അപ്പോൾ പിന്നെ അയാൾ നിർത്തണമായിരുന്നു. അയാൾ കുഴഞ്ഞ് കുറേ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട്. അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം, ബാംഗ്ലൂർ ഞാൻ വരുമ്പോൾ പറയാം, ഇതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിൻ്റെ ഫിനാലെ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മുംബൈയിലാണ്, ഷോ കാണാം എന്നിട്ട് അയാളെ ഞാൻ വിളിച്ചു. അപ്പം ഞാൻ വേറൊരു കാര്യം, എന്നെ ഇയാൾ നോർമൽ കോൾ ചെയ്യാറില്ല. ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ പൊതുവെ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല. 2 പേരുടെയും നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നല്ലേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ 2 കോളും എടുക്കാറില്ല. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും തിരിച്ചു വിളിക്കുന്നത്. ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും, എന്താ ചേട്ടാന്ന് ചോദിച്ച് വിളിക്കും. അപ്പോൾ ഇയാൾ പറയും ഈ കോൾ ശരിയല്ല, നമുക്ക് വാട്സാപ്പ് കോൾ മതി എന്നും പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെയും ഇയാൾ വാട്സാപ്പ് കോൾ ചെയ്യും. ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും 2 വട്ടമൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തേയില്ല. ഇയാൾ നിർബന്ധം ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വയ്ക്കും.
സോ യെസ്, എന്നോട് അങ്ങനെ എന്നെ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഫിനാലെ നടക്കില്ലേ, കയറി വാ, മുംബൈയിലാണ്, നമുക്കിവിടെ കുറേ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, ആ രീതി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മടന്ന ന്യായമൊക്കെ പറഞ്ഞു. ഞാനും ഇത് വിട്ടൊരു കാര്യം, ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ഓഡീഷൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഓഡീഷനിൽ നടന്ന ലൈക്ക് എല്ലാ റൗണ്ടിലെ കാര്യം ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് ഒരു ഓഡീഷൻ. അപ്പം മീറ്റ് 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ എന്തോ ഇവർ ബിഗ് ബോസിലൊരു ക്ലിപ്പിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരുടെയും ഇന്റർവ്യൂവിൽ നിന്നുള്ള ഒരു ഇത്. അപ്പം അവരെല്ലാവരും ഇരുന്ന് അതേ ചെയറിൽ അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത്, ഞാനത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ. ഈ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഇവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിമ്പതി നേടാൻ ഞാൻ നോക്കില്ല. നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ പറയില്ല. ഐ വാസ് ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദം. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നിൽ ഞാനത് ഫാമിലിയെ കുറിച്ച് പറയില്ല. അപ്പോൾ ഒരു കുറേ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്താണ് അച്ഛൻ എവിടെയാണ് ഇപ്പം, അമ്മ എവിടെയാണ് ഇപ്പം, എന്തുകൊണ്ടാണ് താൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഐ എം എൻ ഓർഫൻ, അച്ഛനും അമ്മ എനിക്കില്ല, 18 വയസ്സ് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി, അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവമൊന്നുമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇവർ അന്ന് അവിടെ ഇരുന്നിട്ടും എന്നോട് ഇങ്ങനെ ഇരുത്തി. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടുകാരെന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞ് എന്താണ് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള വോട്ടും എനിക്ക് വേണ്ട, അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ടോപ്പിക് വിട്ട അത് ആയപ്പോഴും ഇവർ ഒരുമാതിരിയായി, ഇവർക്ക് അത് കിട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്നോട് ഇത് കഴിഞ്ഞ് കുറേയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക് വന്നു. ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫെയർസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി. അപ്പം ഇത് എത്തിയ സമയത്ത് അപ്പം ഞാനെന്താ, എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്സിൽ ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു, ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്, മാത്രമല്ല എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല. ആരെങ്കിലും ഈ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കുകയും ചെയ്യും, എൻ്റെ ഫ്രണ്ടിനോട് ഞാനത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും. അപ്പം ഇവർ പറഞ്ഞു, ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ എന്തിനാ ഇവർ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. അതവിടെ പറഞ്ഞ് തീരേണ്ട ഒരു സംഭവമായിരുന്നു. ഞാൻ എത്ര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഷോയ്ക്ക് ആപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങളിൽ കിടന്ന് ഇവർ തൂങ്ങാൻ തുടങ്ങി. സോ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരു ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായി. ആ ഒരു ഇന്റർവ്യൂ നടക്കുന്നതിന് 1 വീക്ക് അഗോ എൻ്റെ ഒരു ഫ്രണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു ചെറുക്കൻ, ട്രിവാൻഡ്രത്തുള്ളതാണ്, ഒരു മൊബൈലിൻ്റെ സ്റ്റോറൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അയാൾ ബാംഗ്ലൂർ വന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കൂടെ വരുമ്പോൾ ബാംഗ്ലൂർ ഞാൻ ഉണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ കാണാവുന്നതാണ്. അപ്പം അന്ന് വന്ന സമയത്ത് ഇവനാണെങ്കിൽ കുറേ ഡേറ്റിംഗ് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഹി വാസ് പ്ലാനിങ് ടു ഹുക്ക് അപ്പ് വിത്ത് സമൺ. അപ്പം ഞാൻ പറഞ്ഞു, അവൾക്ക് ഇത് അറിയുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു, എനിക്ക് അവൾക്ക് അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി, വൈകി കിടന്ന് ഉരുളുണ്ട, ആൻഡ് ഞാനത് അവളോട് പറയുകയും ചെയ്യും, ഞാനിത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, ആൻഡ് ഓൾസോ ഐ നോട്ട് ബി യുവർ ഫ്രണ്ട് എനിമോർ, ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവനാണെങ്കിൽ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ ഒരു പെൺകുട്ടി വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമായിരുന്നു, എന്നിട്ടും അയാൾ ചീറ്റ് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞ്, ഇത് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ, ഞാൻ ഇങ്ങനെ ചെയ്യുകയും ചെയ്യും, അതാരാണെങ്കിലും കുഴപ്പമില്ല എന്നും. ഇവർക്ക് എല്ലാവർക്കും അവിടെ ഒരു 6-7 പേര് ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖം ഒരുമാതിരിയായി. അപ്പം അതൊരു ടോപ്പിക്, ഇവരെ ബോധർ ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ല, പക്ഷെ എന്തിനാണ് ഇവരെല്ലാവരും ഇത്രയും ബോധർഡായെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല ആ ദിവസം, ആ ഒരു സമയത്ത്. എന്നിട്ട് അപ്പം ഇവരെല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞു. അതിൽ മെയിനായിട്ട് 4 പേരാണ്. ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായി, ഇതുപോലൊരു വാഴ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അവരവിടെ എന്തിനായിരിക്കുന്നതെന്ന് അവർക്ക് പോലും വലിയ പിടിയൊന്നും ഇല്ല. അവർ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ. സോ ഇവൻ എന്നോട് പറഞ്ഞത്, തനിക്ക് ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോരെ, താൻ എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എൻ്റെ കൺമുമ്പിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു. അല്ല, അത് തനിക്കറിയാൻ പറ്റത്തില്ല, ഒരാൾ ഒരു മാരേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് കാണും, അല്ലെങ്കിൽ ചിലപ്പം 2 ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത്. അപ്പം തനിക്ക് കിടക്കണ്ടെങ്കിൽ താൻ കിടക്കാതിരുന്നാൽ പോരെ, എന്തൊക്കെയോ കാര്യം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാനിവിടെ ഒന്നും മിണ്ടിയില്ല. ഞാൻ കുറച്ച് ഇങ്ങനെ ഇരിക്കും, ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഓക്കെ ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് പ്രോസസ് ചെയ്യാൻ സമയം എടുക്കുമായിരുന്നു. കാരണം അത് അഗെയിൻ ഐ എം സെയിങ് ഇറ്റ്സ് നോട്ട് എ റിലവന്റ് ടോപ്പിക്. അതെടുത്ത് വെച്ച് എൻ്റെ നേരെ വരേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തൊരു ടോപ്പിക്കായിരുന്നു അത്.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനിതിന് അഗെയിൻസ്റ്റ് തന്നെയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനിതിന് അഗെയിൻസ്റ്റ് തന്നെയാണ്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തന്നെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്രോച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കും, ഇങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുന്ന ഒരു നേച്ചറും കൂടെ എനിക്കുണ്ട് എന്ന് പറയും. അപ്പം എന്നോട് പറയാം താൻ ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ്. സോ അതെനിക്ക് കുറച്ച് വിഷമമായി. കാരണം എന്നെ പൊതുവെ എല്ലാവരും അഹങ്കാരി അല്ലെങ്കിൽ ഒരു ഐ ഹാവ് റെസ്റ്റിംഗ് ബിച്ച് ഫേസ്. അപ്പം ഇത് വെച്ച് തന്നെ എല്ലാവരും ജഡ്ജ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നോട് ഒരു 5-10 മിനിറ്റോ സംസാരിച്ച് കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് തന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ തനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, അത്രയും ജാടൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ എന്നോട് 3/4 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്നോട് പറയാനുള്ളത് താൻ ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര വെറുപ്പോ അറപ്പോ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ താൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൊഞ്ചിക്കുഴഞ്ഞ് കണ്ട ഒരാളോട് കൊഞ്ചിക്കുഴഞ്ഞ് കിടന്ന് സംസാരിക്കാനുള്ള ആ ഒരു നേച്ചർ അല്ല എൻ്റെത്, എനിക്കത് പറ്റത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ ആവണം പെൺകുട്ടികൾ. ഞാൻ പറഞ്ഞു പെൺകുട്ടികൾ കുറച്ച് ക്യൂട്ട്നെസ് വാങ്ങി എറിഞ്ഞാലേ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ കാൺ ബി ദാറ്റ് പേഴ്സൺ, ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ. ഞാൻ ഇങ്ങനത്തെ ഉള്ള ഒരാളാണ്. മാത്രമല്ല ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ എനിക്ക് ഒരാളോട് കുറച്ചും കൂടെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവരിത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു യാ ബട്ട് സ്റ്റിൽ മാത്രമല്ല താൻ ബാക്കിയുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചെയ്ത ചോയ്സ് അല്ല മറ്റൊരാൾക്ക് വേറൊരാളുടെ കൂടെ പോയി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ഒരു ബിഗ് ബോസ് ഇന്റർവ്യൂവിൽ അവിടെ ആകെ സംസാരിച്ചുകൊണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു. ലാസ്റ്റ് എൻ്റെ ഡ്രസ്സിങ് വെച്ചിട്ടും എൻ്റെ പല കാര്യങ്ങൾ വെച്ചിട്ടും ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ദാറ്റ് ഐ എം സം കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഒന്നും കുഴപ്പമില്ലാത്ത കാര്യം, ഞാൻ ചെയ്യാത്തൊരു കാര്യം. അപ്പം അതുകൊണ്ട് എനിക്ക് അതിൽ സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അപ്പം പീപ്പിൾ ഹാവ് എൻ ഇമേജ് അബൌട്ട് മീ. അങ്ങനെയാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എഴുതുന്നതാണ് കൊടുപ്പാണ്, വെടിയാണ്, ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതാറുണ്ട്. അപ്പം എൻ്റെ നിഴല് പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. എന്നെ ഒരു ഐഡിയ ഇല്ല, ഞാൻ ആരാണ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരെ പറയുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ടാണ് നിങ്ങളും സംസാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി, ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. ആൻഡ് ഈ ഒരു സംഭവം ഫുള്ളും ഇവരവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് തെറ്റായി, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കില്ല, പക്ഷേ ഇത് ആ ഓഫീസിലുള്ള അവർ എല്ലാ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. അപ്പം എൻ്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ